ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മളെല്ലാവരും പാസ്റ്റർ രാജ ജ്യോതിസ് കുമാർ അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഇപ്രകാരം ഒരു മീറ്റിംഗിന് വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വാസ്തവത്തിൽ കർത്താവ് വചനത്തിന്റെ ആധികാരികത ഒന്നുകൂടെ പഠിക്കുവാൻ, ദൈവമേ, പല ഞങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മാറ്റുവാൻ കർത്താവെ ഞങ്ങളുടെ അഭിഷിക്തനിൽ കൂടെ ഇന്ന് രാത്രികാലം ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവ് ഇന്ന് രാത്രി ഈ ക്ലാസ് നടത്തുവാൻ ദേവദാസനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കടന്നു വരേണ്ടുന്നവരെ കൂട്ടിച്ചേർക്കണം. കർത്താവെ, മിനിസ്ട്രി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുല്യമായ സ്നേഹവന്ദനം. നമുക്ക് വളരെ പ്രാർത്ഥനകളോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. പ്രേക്ഷകരോട് അല്പ സാങ്കേതിക തടസ്സം നേരിട്ട് ഖേദിക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് ഈ മന്ത്രവാദത്തിന്റെ വ്യാപാരത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര് പലരും ഈ ക്ലാസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. പുതിയതായിട്ട് ക്ലാസ്സിൽ വന്നവരുണ്ട് എന്ന് കരുതുന്നു. ആവർത്തിക്കുവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് കണ്ടിന്യൂഷനിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ മന്ത്രവാദത്തെ കുറിച്ച് അല്ലെങ്കിൽ ആഭിചാര ബന്ധനങ്ങളെ കുറിച്ച് വലിയ സംശയങ്ങളുണ്ട്, പല തർക്കങ്ങളുണ്ട്. മന്ത്രവാദം ഫലിക്കുമോ ഇല്ലയോ എന്ന് വേണ്ട, ഫലിക്കുമെന്ന് ചിലർ പറയുന്നു, ഫലിക്കത്തില്ലെന്ന് പറയുന്നു. ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പൊ ആ കൺഫ്യൂഷൻ ഒന്ന് മാറണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ക്രിസ്തുവിന്റെ വചനപ്രകാരമുള്ള വിശ്വാസമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. പിന്നെ നമ്മൾ ചിന്തിച്ചത് പാമ്പിനെയും തേളിനെയും സകലത്തെയും ചവിട്ടിക്കോ, ഒരു ദോഷവും നിനക്ക് വരത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചു. ലൂക്കോസ് 22:31, അതായത് സാത്താൻ വന്ന് ദൈവത്തോട് കൽപ്പന ചോദിക്കുന്നു. ആ കാര്യങ്ങളാണ് ചോദിച്ചത്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ ഇനിയും ആവർത്തിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങാനായിട്ട് പോകുന്നത് പിശാചിനെ പേടിക്കരുത് എന്നുള്ള ശക്തമായ കൽപ്പന ദൈവം തന്നിരിക്കുന്നു. ശ്രദ്ധിക്കണം, പിശാചിനെ ഭയപ്പെടരുത് എന്നുള്ള ശക്തമായ കൽപ്പന ദൈവം തന്നിരിക്കുക. അങ്ങനെ ഭയപ്പെട്ടാൽ അത് സിന്നാണ്.
ഒരു നിലകളിലും പിശാചിനെ ഭയപ്പെടരുത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മള് ഓടിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തെക്കാൾ ഉപരി ഭയം പിശാചിനെയാണ്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പഠിച്ചു മനസ്സിലാക്കിയത് ആ നിലകളിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംശയിക്കുവാനായിട്ട് ഇടവരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ചില വാക്യങ്ങൾ നമ്മളെല്ലാം വേദപുസ്തകത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. വേറെ ഒരു ബുക്കും ഒരു ഗ്രന്ഥവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന വിശുദ്ധ പുസ്തകത്തിൽ ഈ വാക്യങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണം. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കണം. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ പറഞ്ഞത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, അതായത് ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങിയ ഏത് വ്യക്തി ആയിരുന്നാലും, ദൈവത്തിന് കീഴടങ്ങിയ വ്യക്തി പിശാചിനോട് എതിർത്ത് നിന്നിരിക്കണം. പിശാചിനോട് എതിർക്കണം. ഒരു കോംപ്രമൈസും ആ കാര്യത്തിലില്ല. എതിർത്തേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ദൈവത്തിന് കീഴടങ്ങിയ വ്യക്തിയെ കുറിച്ചാണ്. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് എപ്പോഴും അടുത്ത് നിൽക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൻ പരിശ്രമിക്കുന്നത് നമ്മിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. ഇനിയും ഈ പിശാചിനോട് എതിർത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ വീടിന് പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട്, പിശാചെ ബാ, ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാ, നമുക്ക് അടിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന കാര്യമല്ല പിശാചിനോട് എതിർക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പിശാച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സകല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുമായിട്ട് ഒരു കോംപ്രമൈസും പാടില്ലെന്ന്. ഈ പിശാചിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിശാച് എന്ന് പറയുന്ന അതാണ് പെട്ടെന്ന് ഓർത്തോണ്ട് വരുന്നത്. അത് എൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് അങ്ങനെ പറയാം, പിശാച് എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല, എന്നാലും നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പം പിശാചിനോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. പിശാച് സ്ഥാപിച്ചു വെച്ച സാമ്രാജ്യങ്ങളുണ്ട്, ആകാശത്തിന്റെ അധികാരങ്ങൾ എന്ന് വേണ്ട സകലത്തര വാഴ്ചകളും സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അതിനോട് മുഴുവനും നമ്മൾ എതിർക്കണം. ഓക്കെ, അപ്പോൾ അതില് ഒരു ഘടകമാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ മന്ത്രവാദം. അതുമായിട്ട് ഒരു കോംപ്രമൈസും നമുക്ക് പറ്റത്തില്ല. ഇത് ദൈവത്തിന്റെ പരിപാടിയല്ല ഈ മന്ത്രവാദം എന്ന് പറയുന്നത്. മനസ്സിലായോ? പിശാചിന്റെ പദ്ധതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ മന്ത്രവാദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കണമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 51-ാം അധ്യായം 13-ാം വാക്യം. ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധം നിമിത്തം ദിനം പ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത്? കണ്ടോ? ഇസ്രായേലിനോട് ചോദിക്കുക, നീ കാണിക്കുന്ന എന്തോ ആണ്? നീ ആകാശത്തെ നിർമ്മിച്ച ദൈവത്തെ മറന്നിട്ട് പീഡകം വരുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ഏത് പീഡകന? നിന്റെ ദൈവം ആരാ? ഏത് സാമ്രാജ്യമാ നിന്റെ നേരെ നിന്നിട്ടുള്ളത്? ഏത് മല്ലന്മാരാ നിന്നിട്ടുള്ളത്?
ശക്തമായിട്ട് നിന്നവരൊക്കെ ആരംഭത്തിൽ തന്നെ ചെങ്കടലിൽ തീർന്നു പോയി. ഏത് സൈന്യമാണ് നിന്റെ മുമ്പാ നിൽക്കാൻ പറ്റും? നീ എന്തോ ഈ പറയുന്നു? നീ ആരെയാ പേടിക്കുന്നത്? പീഡകം വരുന്നു എന്ന് പറഞ്ഞ് നീ കരഞ്ഞോണ്ടിരിക്കുകയാണ്. കണ്ടോ എന്ത് സംഭവിച്ചു? ഇത് കരയാനുള്ള കാരണം അവര് പ്രമാണത്തിൽ നിന്നൊക്കെ ഒത്തിരി വിട്ടുപോയി. അറിയേണ്ട കാര്യങ്ങള് അറിയാൻ പറ്റിയില്ല. ഇന്നും വലിയ വ്യത്യാസം വല്ലതും ഉണ്ടോ? ശത്രു വരുന്നു, പെട്ടി വരുന്നു. ശത്രു എതിലാ വരല്ലേ? വരട്ടെ. ദൈവസഭ സ്ഥാപിച്ചിട്ട് 21-ാം നൂറ്റാണ്ടായില്ലേ? ഏത് ശത്രുവാ വരാതിരുന്നേക്കും? സകല ശത്രുക്കളും വന്ന് നോക്കിയില്ലേ? എന്നിട്ട് എന്താ പറ്റി? കൽപ്പനയ്ക്ക് വല്ല തെറ്റു പറ്റിയോ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നമ്മളാരും പറഞ്ഞല്ലേ ഇത്? പാതാളത്തിൽ ഗോപുരം പണിതെന്നല്ല ഇതിന്റെ അർത്ഥം കേട്ടോ. ഡെത്ത് ഓഫ് പവർ, മരണത്തിന്റെ ശക്തിക്ക് ജയിപ്പാൻ അതിനെ കഴിയത്തില്ല. പേടിയാ, പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാ, തൊടാൻ പേടിയാ, സംസാരിക്കാൻ പേടി. എന്തുവാ? ശത്രു വരും. അപ്പോൾ ദൈവത്തിന്റെ വചനങ്ങളെ കുറിച്ച് ഈ നിലകളിൽ വെളിപ്പാട് പ്രാപിക്കാത്ത പഴയ നിയമ വിശുദ്ധന്മാരോട് ആത്മാവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തോ ആണ് ഈ പറയുന്നത്? ചോദ്യമാ. നിങ്ങൾ അങ്ങനെ പറയേണ്ടവരാണോ? അങ്ങനെ ശത്രുവിനെ പേടിക്കേണ്ടവരാണോ? ക്ലാസ്സിലിരിക്കുന്നവരും പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. പീഡകനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ? അല്ലെങ്കിൽ പിശാചിനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ? അവിടെ കാറ്റ് അടിച്ചു, ഇവിടെ ഇളകി, അവിടെ ഏതാണ്ട് പറന്നു, ഇവിടെ ഏതാണ്ട് ചലിച്ചു, അല്ലേ? ഏതാത്മാവിനെ പ്രാപിച്ചു? പൗലോസ് ചോദിച്ചു. പൗലോസ് പറഞ്ഞു, ഒരിക്കലും നമുക്ക് ഭയത്തിന്റെ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്. കാരണം എന്താ ചോദിച്ചാൽ ആദിമ നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നത്. അപ്പൊ അതിൻ്റെതായ അംശങ്ങൾ കാണുമല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും പിശാചിന്റെ ഒരു തന്ത്രങ്ങളെയും ഒരു ഭീഷണിയെയും ഭയപ്പെടുവാൻ ദൈവമക്കൾ പാടുള്ളതല്ല. ഓക്കെ, അതും ഏകദേശം ചിന്തിച്ചു. അടുത്തൊരാൾ പറഞ്ഞും കൂടെ നമുക്ക് നോക്കാം. എന്താണ്? സംഖ്യ പുസ്തകം 23:23. സംഖ്യ 23:23 ഒരാൾ വായിച്ച്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ഭക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇതാരാ പറഞ്ഞേ? ഇത്ര വായിച്ചാൽ മതി. ആരാ പറഞ്ഞു? ആര് പറഞ്ഞു? ബിലെയാം പറഞ്ഞു അല്ലേ? മന്ത്രവാദത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന പാർട്ടിയായിരുന്നു. മന്ത്രവാദി പറയുക അല്ലേ? ഇന്നും മന്ത്രവാദികൾ പറയുന്നില്ലേ സത്യദൈവത്തെ കുറിച്ച്? സത്യദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ അല്ലേ? ഒരിക്കലും ഒരാളെത്തി എന്ന് പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞത്, ഈ ശക്തിയോട്, യേശു എന്ന് പറയുന്ന ശക്തിയോട് അടുക്കാൻ പറ്റത്തില്ലെന്ന്. മന്ത്രവാദത്തിന്റെ സ്പിരിറ്റുള്ള ഒരാൾ പറഞ്ഞു. സത്യം പറയുന്നവർ അങ്ങനെ പറയത്തുള്ളൂ. ഈ ശക്തിയോട് അടുക്കാൻ പറ്റുന്നു. ഇദ്ദേഹം അതാ പറഞ്ഞ്. അവർക്കറിയാം ഏത് ശക്തിയോട് അടുക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ അടുക്കാൻ പറ്റാത്ത ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു എന്ന ശക്തിയോട് ഈ ഒരു ജഗത്താനും അടുക്കാൻ പറ്റത്തില്ല. അത് നമ്മളെക്കാൾ വ്യക്തമായിട്ട് അവർക്കറിയാം. പിന്നെ ചോദിക്കാം അവരെന്നെ രക്ഷിക്കപ്പെടാത്ത? അതൊക്കെ ആ രക്ഷിക്കപ്പെടുന്നുള്ള നേരത്തെ അറിയാം. രക്ഷിക്കപ്പെടും. ഇത് സത്യമാണെന്ന് അറിയാവുന്നവർ പലരും ഉണ്ട്.
അവർ പലരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതോർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. അപ്പോൾ ഇവിടെ പറയുകയാണ്, മന്ത്രവാദം ചെയ്യുന്ന ആള് പറയുകയാണ്, ഇത് ഇസ്രായേലിന് ഫലിക്കത്തില്ല. വേറെ ഏത് ജാതിക്കും ഇത് ഫിറ്റ് ചെയ്യാം, ഇസ്രായേലിന് ഫലിക്കും. ഒരു ലക്ഷണ വിദ്യ നടക്കത്തില്ല. അതാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഉണ്ടോ യഹൂദൻ? ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത കണ്ടോ? ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഇനിയും ഇസ്രായേൽ മക്കൾക്ക് ഫലിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ പ്രമാണമാണ് പറയുന്നത്. ഇപ്പം പറഞ്ഞത് ഒരു കാരണവശാലും സംഭവിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. ഇനിയും നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, സംഭവിച്ചിട്ടുണ്ടോ? ഇസ്രായേലിന് ആഭിചാരം ഫലിച്ചിട്ടുണ്ടോ? അതാണ് നമുക്ക് അറിയേണ്ടത്. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അതിനൊരു വ്യക്തത നമുക്ക് ഉണ്ടാകണം. ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല, ബൈബിള് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ അബ്രഹാമിന്റെ സന്തതികൾ ദൈവത്തെ യഥാർത്ഥമായി സേവിച്ച വ്യക്തികളുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ തലമുറകൾ ദൈവത്തെ വിട്ട് മാറുന്ന, ന്യായപ്രമാണം വിട്ട് മാറുന്ന ദയനീയമായ കാഴ്ച നമ്മള് കാണുന്നുണ്ട്. ഇങ്ങനെ മാറിയവർ പലരും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അവർ മടങ്ങി വന്നിട്ടുമുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്ത കുറെ കക്ഷികൾ ഉണ്ടായിരുന്നു. അവരെ നമുക്കൊന്ന് നോക്കണം. അവരെ എവിടെ, ഏത് സ്ഥാനത്ത് എന്റെ കർത്താവ് ആക്കിയെന്ന്. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 41-42. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 41-42. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു, ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. കണ്ടോ? ദൈവം പിന്തിരിഞ്ഞു. എന്താ പറഞ്ഞിരുന്നറിയാവോ? ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നിന്നെ സംരക്ഷിക്കും, പുലർത്തും എന്നൊക്കെ പറഞ്ഞാൽ നിന്റെ വിളയ്ക്കുന്ന മാവ് തൊട്ടി അനുഗ്രഹിക്കപ്പെടും. എല്ലാം അനുഗ്രഹിക്കും, മുഴുവൻ അനുഗ്രഹമാണ്. കേട്ടപ്പോ നല്ല സന്തോഷം. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം വേറെ ചില കാര്യങ്ങളൂടെ പറഞ്ഞായിരുന്നു. ഇത് നീ അനുസരിച്ചില്ലെങ്കിൽ, അനുഗ്രഹം പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് വേറെ കാര്യങ്ങളായിരുന്നു. അത് അവർക്ക് അത്ര ഗ്രഹിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതികൾ യഹോവയായ ദൈവത്തെ ആരാധിക്കേണ്ട തലമുറകളെ, വേണ്ടപ്പെട്ടവരെ, നീ എന്നെ ആരാധിക്കണ്ട, വേറൊരു ആരാധന ഇച്ഛിക്കുന്ന ഒരു പാർട്ടി ഉണ്ട് ആകാശത്തില്, അവരെ ആരാധിച്ചോളാൻ പറഞ്ഞു. നല്ല ഗ്രാൻഡായിട്ട് അവർ ആരാധിച്ചു. അബ്രഹാമിന്റെ സന്തതികൾ എന്നവകാശപ്പെടുന്നവർ ആരെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാമോ? ആകാശത്തിലെ സൈന്യത്തെ, അല്ലെങ്കിൽ ചെകുത്താനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്നാ പറ്റി അബ്രഹാമിന്റെ സന്തതിക്ക്? പറ്റിയത് ഒന്നാമത്തെ കൽപ്പനയിൽ ഒരു ചലനം. ഒന്നാമത്തെ കൽപ്പന എന്തുവായിരുന്നു? ഒന്നാമത്തെ കൽപ്പന എന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ആരെയും എന്ത് ചെയ്യരുത്, ആരാധി അതിന്റെ കാര്യം.
കർത്താവ് തന്നിരിക്കുന്ന പ്രമാണം പാലിക്കാതെ വാഗൊണ്ട് ദൈവത്തെ സ്തുതിച്ചിട്ട് മാനുഷികമായ ഉപദേശങ്ങൾ ആചരിച്ചാൽ ബൈബിള് പറയുന്നത് നീ എന്നെ വ്യർത്ഥമായിട്ട് ആരാധിക്കുന്നേ. കാരണം എന്നറിയാവോ? ആക്ച്വലി നീ എന്നെ അല്ല ആരാധിക്കുന്നത്, നീ ആരാധിക്കുന്ന മേളത്തെ സൈന്യത്തെയാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇത്ര തീവ്രത ഉണ്ടോന്നല്ലേ? ഇച്ചിരി തീവ്രമായ കാര്യമായത്, വിലപേശുന്ന കാര്യമായത്. ആരെ ആരാധിക്കുന്നതെന്ന് ഇന്ന് രാത്രി നമ്മളൊന്ന് തിരിച്ചറിയണം. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ആകാശത്തിലെ സൈന്യങ്ങളെ ആരാധിപ്പാനായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയും അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തവരുണ്ടല്ലോ അല്ലേ? ഓക്കെ, അവരോട് ദൈവം ഇടപെട്ട് എങ്ങനെ നോക്കാം. ഇനിയും ഇസ്രായേലിൽ അല്ലേ, ഇപ്പം ഇബ്രാഹിമിന്റെ സന്തതികൾ ഒരു കൂട്ടം അങ്ങോട്ടായി, പിശാചിന്റെ കൂട്ടത്തിലായി. അവര് കർത്താവോട് വന്നപ്പോഴത്തേന് വിളിച്ചത് എന്തായിരുന്നു? അവരെ വിളിച്ചത് എങ്ങനെ അവനെ അഭിസംബോധന ചെയ്തേ? സർപ്പസന്തതികളെ. എന്നാ പറയാൻ കാരണം? സർപ്പം എന്ന് ഉദ്ദേശിച്ചത് എന്തുവാ? ആരെയാ? സർപ്പം എന്ന് ഉദ്ദേശിച്ച ആരെയാ? അബ്രഹാം. പിശാചിനെയാണ് സർപ്പം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അവിടെ പറഞ്ഞു പിശാചിന്റെ സന്തതി എന്ന് വിളിച്ചതിന്റെ അർത്ഥം. കാരണം എന്റെ സന്തതികളല്ലെന്നാ പറഞ്ഞു. അവരറിയപ്പെടുന്നത് എന്താണെന്നറിയാമോ? യേശുവിനോട് പറഞ്ഞു ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാ, മോശയുടെ ശിഷ്യന്മാരാന്ന് പറഞ്ഞു. ആരാ? കക്ഷികൾ പറഞ്ഞിരിക്കുക. കർത്താവ് പറഞ്ഞായിരുന്നു നിങ്ങൾ ആരുടെ സന്തതികളാണ്. എന്താണെന്നറിയാമോ? പ്രമാണത്തിൽ നിന്നൊരു ചെറിയ വ്യതിയാനം. അപ്പോൾ അബ്രഹാമിന്റെ സന്തതി അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്തതി പിശാചിന്റെ സന്തതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇങ്ങനെ ആവി. അപ്പോഴും അവരെന്തോ ആണ്? ഇടയ്ക്കിടക്കൊക്കെ എവിടെ പോകുന്നുണ്ട്? ദേവാലയത്തിൽ പോകുന്നുണ്ട്, യാഗവും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് അതും ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് വിട്ട് കളയുന്നില്ല, പേടിയാ. ബാക്കി അടുത്ത പരിപാടിയും കാണിക്കുന്നുണ്ട്. അത് ആരാ പ്രവാചകൻ? നെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ആരാ പ്രവാചകൻ? നിങ്ങൾ 2 തോണി കാല് വെക്കലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ എനിക്കും അറിയത്തില്ല. എന്ന് പറഞ്ഞ എന്തുവാ? എന്ന് പറഞ്ഞ ഏതായാലും ഒന്നിനോട് കത്തിച്ചാൽ നിൽക്കാൻ പറഞ്ഞു. മനസ്സിലായോ? 2ലും കൂടെ നിൽക്കാതെന്ന് പറഞ്ഞു. ഒന്നി പിശാചിനെ സേവിക്കും, അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കും. ഇത് 2ഉം കൂടെ ഭയങ്കര പാടാ. നമ്മുടെ കർത്താവ് അഡ്ജസ്റ്റ് ചെയ്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയും ഇസ്രായേൽ മക്കൾ, അതായത് കൈവിടപ്പെട്ടവരിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. യെശയ്യാപ്രവചനം 47-ാം അധ്യായം അതിന്റെ 9 മുതൽ 14 വരെ വായിക്കേണ്ടതാണ്. നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. 47-ാം യെശയ്യാപ്രവചനം 47-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ട് വേഗത്തിൽ. അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും.
കണ്ടോ? അപ്പൊ മന്ത്രവാദത്തിന് മേലൊരു ശക്തിയെ കുറിച്ചാ പറയുന്നത്. മന്ത്രവാദം ഉണ്ടോ? ഉണ്ട്. മന്ത്രവാദത്തിന് നീക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിനക്ക് വരാൻ പോവുക. നീ പലതും മന്ത്രവാദം കൊണ്ട് സാധിച്ചെടുത്തായിരുന്നു. ഓക്കെ, അടുത്തത് നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും. നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും. കണ്ടോ? ആരാണ്ട് അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ആരോ ശ്രദ്ധിക്കണം, ആ സൗണ്ട് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മന്ത്രവാദത്തിന് പറ്റാത്ത സംഭവം വരാൻ പോവുകയാണ്. കണ്ടോ? ഫലിച്ചോ? അബ്രഹാമിന്റെ സന്തതിക്ക് ഫലിച്ചോ? ഇസ്രായേലിന് ഫലിച്ചോ? ഫലിച്ചു. കാരണം എന്നാ? രണ്ട് സേവയാ, ദൈവസേവയും ചെകുത്താന്റെ സേവയും. കണ്ടോ? മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അത് തന്നെ തകർക്കും. ആരെ തകർക്കും? അത് ദൈവ പൈതലിന്റെ നേരെയാ ചെയ്യുന്നെങ്കിൽ. പണ്ടൊരാള് മന്ത്രവാദം ചെയ്തായിരുന്നു, അതിനുശേഷം പുള്ളി രക്ഷിക്കപ്പെട്ടായിരുന്നു, മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി വന്നായിരുന്നു. അപ്പൊ ഈ ജിന്നെന്ന് പറയുന്ന സാധനത്തെ അദ്ദേഹം അയച്ചു. അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയായിരുന്നു. അപ്പൊ അയച്ചത് ആർക്കെതിരെയാണെന്നറിയാം? അതാ ഭൈരസൻ, അദ്ദേഹത്തിന്റെ പെങ്ങക്കെതിരെയാ. ചില പ്രശ്നമായിരുന്നു, അതുകൊണ്ട് അയച്ചതാണ്. ആ പെങ്ങള് തീവ്രമായ വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. 3 പ്രാവശ്യം അയച്ചു. അദ്ദേഹം മാനസാന്തരപ്പെട്ട ശേഷം പറഞ്ഞതാ. 4ാമത്തെ പ്രാവശ്യം ആ ജിന്ന് പറഞ്ഞു, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു, നീ അങ്ങോട്ട് വിട്ട. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി, അതെന്നാ സംഭവിച്ചെന്ന്. ഇതിന് മോതിരത്തിലായിരുന്നു ആ ശക്തി വെച്ചോണ്ടിരുന്നു. മാനസാന്തരപ്പെട്ടതിന് ശേഷം പറഞ്ഞതാ. ലാസ്റ്റ് പിടിക്കേണ്ട സ്ഥലത്ത് വെച്ച് ദൈവം പിടിച്ചു, ഇത് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് ആ വ്യക്തിയോട് ചോദിച്ചു, ഞാനത് ഇങ്ങനെ ചെയ്തായിരുന്നു, അത് ഇന്ന പോലെ സംഭവിച്ചെന്ന് പറഞ്ഞു. കണ്ടോ? കാരണം ഒരു ദൈവവൈതലിന്റെ നേരെ പരിപാടിയായിട്ട് വന്നാൽ, എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസം നിൽക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. 2 സേവ ചെയ്യുന്നവരുടെ കാര്യമല്ല, ഒരു സേവ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. മന്ത്രവാദങ്ങളിലും തന്ത്രങ്ങളിലും വിശ്വസിക്കുന്നവർ സൂക്ഷിച്ചോണം. കാരണം ഇതാ സംഭവം. ആ വ്യക്തി, ആ സഹോദരി ഉറച്ച വിശ്വാസിയായിരുന്നു. സാത്താൻ അടുക്കാൻ പറ്റുന്നില്ല, വിട്ടവനെ കൊല്ലാൻ തുടങ്ങി സാത്താൻ. ഇതാ ശക്തി എന്ന് പറഞ്ഞത്. അറിയാവുന്ന മന്ത്രവാദികളോട് ചോദിച്ചു നോക്കണം. ദൈവശക്തിയുടെ വ്യാപാരത്തോട് അടുക്കും. സത്യസന്ധനായ വ്യക്തിയാണ് അവൻ പറയും, നടക്കുകയില്ലെന്ന് പറയും. മനസ്സിലായി? ഇതിന്റെ പേര് പറഞ്ഞാണ് ഇന്ന് ആത്മീയ കോളത്തിൽ ബിസിനസ് നടക്കുന്നത്. എന്ത് വ്യാപാരവും നടക്കുന്നറിയാവും. പറിച്ചെടുക്കും. അവിടെ കുഴിച്ചിടുന്നത് എന്താണെന്നറിയാം. അല്ല, കപ്പ് വെക്കുവാന്ന് എത്ര നല്ലത്, അതിനേക്കാളും നല്ലത്. വർഷത്തിന്റെ അവസാനം ആകുമ്പോഴേ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. കുഴിച്ചുകൊണ്ടിരിക്കുക എടുക്കാൻ വേണ്ടി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അനുഭവം പറഞ്ഞായിരുന്നു, ആവർത്തിക്കുന്നില്ല. ഒരാൾ കുഴിച്ചെടുത്ത കാര്യം. കുഴിച്ചിടട്ടെ ഒരു ദൈവ പൈതലിന്റെ നേരെ, അവൻ വെട്ടുന്ന കുഴി അവന് വേണ്ടി തന്നെ ആയിരിക്കും. ഈ ശക്തി എന്ന് പറഞ്ഞത് കടയിൽ വാങ്ങിക്കുന്ന പാവയുടെ സൈസുള്ള ശക്തിയല്ല, യേശുവിന്റെ നാമത്തിന്റെ ശക്തി. അത് അനുഭവിച്ചറിഞ്ഞിട്ട് അവർക്ക് അറിയാം. മനസ്സിലായോ? ആ ശക്തിയുടെ വ്യാപാരം ഉള്ളവരാ നമ്മൾ ഓരോരുത്തരും. അതറിയാതെ പോകുന്നത് കൊണ്ടാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ ഇതിങ്ങനെ സംഭവിച്ചു, അവർക്ക് ഏക്കാനുള്ള കാരണം എന്തോന്ന് ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ഈ മന്ത്രവാദത്തിന്റെ ശക്തിയെ ഭയപ്പെട്ടാലുള്ള കുഴപ്പം എന്താണ്?
എന്നൊരു ഭയപ്പെട്ടാൽ എന്താണ് കുഴപ്പം അല്ലേ? മന്ത്രവാദമോ അത് ഫലിക്കും, ഒരു ദൈവവേദന ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം? അത് നമുക്ക് നോക്കാം. ഭയപ്പെട്ടാൽ എന്താ കുഴപ്പമെന്ന് 1 യോഹന്നാൻ 4:18 വായിച്ചാൽ. യോഹന്നാൻ 1 ലേഖനം 4:18 സ്നേഹത്തിൽ ഭയമില്ല, ആ ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയത്തിന് ദണ്ഡനമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ഭയപ്പെടരുതെന്ന് പറയുന്ന കാര്യം നീ ഭയപ്പെട്ടാൽ ദണ്ഡന ഉറപ്പാണ്. പണ്ട് ഇയ്യോബ് പറഞ്ഞ പോലെ സാക്ഷ്യം പറയേണ്ടതായിട്ട് വരും. ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചെന്ന് ഉറപ്പായിട്ടും സാക്ഷ്യം പറയേണ്ടി വരും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തെയും ദൈവം പറഞ്ഞതിനെയും അല്ലാതെ ഒരു വിശ്വാസിക്ക് മറ്റൊന്നിനെയും ഭയപ്പെടാനുള്ള റൈറ്റ് ഇല്ല. ഇതാ അതിന്റെ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വാളൊക്കെ വന്നപ്പോഴത്തേന് തലയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അവർക്ക് ജീവിക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവരൊന്നും ആയിരുന്നില്ല. ഭയപ്പെടരുതെന്ന് പറഞ്ഞായിരുന്നു, ഭ്രമിച്ചു നോക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചുമ്മാ പറഞ്ഞതല്ല, ഒരു ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഇപ്പൊ എന്താ ഈ ദണ്ഡനം വരാനുള്ള കാരണം? ദണ്ഡനം വരാനുള്ള കാരണം അപ്പുറത്തെ വീട്ടിലുള്ള ആള് വെറ്റ എടുത്തുകൊണ്ട് പോയത് കൊണ്ടോ, മുറുക്കാൻ ചവച്ച് തുപ്പിയത് കൊണ്ടോ, ഭസ്മം വിതറിയതുകൊണ്ടോ ഒന്നും അല്ല. അതൊക്കെ മെറ്റീരിയൽ ഐറ്റംസ് ആണ്. കാരണം അതൊന്നും പവറുള്ളതല്ല. വായിലിട്ട് ചവച്ച് തുപ്പേണ്ടിയതാ, വാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇവർക്കെന്തോ സംഭവിച്ചിരിക്കുന്നേ? ഭയം. ഇവരേതിനെ ഭയപ്പെട്ടുവോ അത് ദണ്ഡിപ്പിച്ചോണ്ടിരിക്കുക. ഫലിക്കുമോ? ആർക്കാ ഫലിക്കുന്നേ? ഇവർക്കാ ഫലിക്കുന്നേ. ആരെ? ഒന്ന്, സാത്താന്റെ സേവയിൽ നിൽക്കുന്നവര്, അവർക്ക് ഫലിക്കും. 2, ദൈവസന്നിധിയിൽ സാത്താന്റെ സേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ വന്നിട്ട് രണ്ട് വിശ്വാസം പാലിക്കുന്നവരുണ്ട്. അവരെ ഞാൻ ഉദ്ദേശിച്ചത് സാത്താന്റെ സേവൻ. അവർക്കിത് ഫലിക്കും. പിന്നെ മന്ത്രവാദം എന്ന് കേൾക്കും ഭയപ്പെടുന്നവരുണ്ട്. പിന്നെ ഓസിച്ച് ജയമെടുക്കുക. എന്തുവാ? മന്ത്രവാദം. ആ ഭയപ്പെട്ടവർക്കും ഇതിന്റെ ദണ്ഡനം ഉറപ്പായിട്ടും ഉണ്ടാകും. അതെന്താണോ ദണ്ഡനം ദൈവം വെച്ചിരിക്കുന്നത് അത് തന്നെ ഉണ്ടാകും. ഇനി അതിലൂടെ വിടുതലുണ്ടാകുമോ? അതിലൂടെ വിടുതലുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. ദൈവം. അപ്പം വിടുതലും നടക്കും, ദണ്ഡനവും നടക്കും, രണ്ടും നടക്കും. ഇതാണ് ഇതിൻ്റെ അകത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അബദ്ധത്തിലേക്ക് ചാടാതെ സൂക്ഷിച്ചോണം. സത്യവിശ്വാസം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു മന്ത്രവാദ ശക്തിക്കും ഒരു ദൈവ പൈതലിനെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മനസ്സിലായോ? ദൈവവചന പറഞ്ഞു. ഇനിയും ഈ മന്ത്രവാദത്തിന്റെ രീതിയിലേക്ക് വരുന്ന ആ ഘട്ടം ഒന്ന് നമുക്ക് നോക്കാം. ഒരു വാക്യം കൂടെ വായിച്ച് 1 ശമൂവേൽ 15-ാം അധ്യായം 23-ാം വാക്യം. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. അതാണ് മത്സരം. ആഭിചാര ദോഷം, ആഭിചാര ബന്ധനം പോലെ, അല്ലെങ്കിൽ ആഭിചാര ദോഷം പോലെയാണ്. എന്താ? മത്സരിക്കുക.
ദൈവം പറയുകയാണ്, ശത്രുവിന്റെ ഒരു ബലവും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ക്രിസ്തുഭക്തൻ വിശ്വസിക്കുക, ഇതെല്ലാം ദോഷം ചെയ്യും എനിക്ക്. എങ്ങനെയുണ്ട് വിശ്വാസം? കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞിരിക്കുക, നീ ചവിട്ടിക്കോ, ഒരു ദോഷവും വരത്തില്ല. പക്ഷെ വിശ്വസിച്ച ആള് പറയുക ദോഷങ്ങൾ വരും. ഈ പറയുന്ന ആളാ ആരാ? കർത്താവിനേക്കാളും വലിയ പാർട്ടിയാ. ആ മത്സരമാണ് ആ വിചാരം നിനക്ക് ഭരിക്കുന്നത്. ദൈവത്തോടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ വചനത്തോട് മത്സരിക്കുക. വചനത്തോട് മത്സരിക്കുക. അതും ആര് പറഞ്ഞതാ? കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞതാ, അല്ലേ? നമ്മൾ വായിച്ചില്ലേ? ഏതാ വായിച്ചത്? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ലൂക്കോസ് 10:19 ഒന്ന് വായിച്ചേ, പെട്ടെന്നൊന്ന് വായിച്ചേ. കഴിഞ്ഞ ആഴ്ച വായിപ്പിച്ചതാ, ഒന്ന് വായിച്ചേ. എന്താ പറഞ്ഞേക്കുന്നത് നോക്കണമല്ലോ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ശത്രുവിന്റെ പകുതി ബലം എന്നാണ് പറഞ്ഞേ. സകല ബലത്തെ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ബാക്കി ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. നമ്മൾ വിശ്വസിക്കുവോ? വിശ്വസിക്കാൻ പറ്റുമോ? ഈ വചനം വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ വചനം വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? പാടായിരിക്കും അല്ലേ? സ്തോത്രം. കണ്ടോ ഈ ആത്മീയ ഗോളം എവിടെ എത്തി? എവിടുന്ന് വന്നു ഈ പ്രാകൃത ഉപദേശങ്ങൾ? ഈ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ എവിടെ നിന്ന് വന്നു? പൗലോസാണ് അതിന് വ്യക്തമായിട്ട് പറഞ്ഞത്. ഭൂതങ്ങളുടെ ഉപദേശം അത് എവിടുന്ന് ദൈവസഭയെ കയറി? എങ്ങനെ കയറി? അത് പരിശോധിക്കണം. അത് പരിശോധിച്ചോണം. സത്യവചനത്തിന്റെ കാര്യമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം വേറെ ഒന്നിലും നമ്മൾ പോയിട്ടില്ല. ബൈബിളിൽ എഴുതിയ വാക്യങ്ങളാണ് വായിച്ചത്. കണ്ടോ? അപ്പോൾ ഒരു നിലകളിലും ചെയ്യാൻ പാടില്ല. ദൈവവചനത്തോട് മത്സരിക്കരുത്. ഒരു ദോഷം വരത്തില്ലെന്ന് പറയുമ്പം സകല ദോഷങ്ങൾ എനിക്ക് വരുമെന്ന് പറഞ്ഞ് ക്രിസ്തു വിശ്വാസി വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ ഏലിയാവ് പറഞ്ഞ പോലെ 2 തോണിയിൽ കാല് വെക്കരുത്. 2 തോണിയിൽ കാല് വെച്ചുള്ള നിപ്പ് അപകടമാണ്. അത് സൂക്ഷിക്കണം. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവിടെ വിടുകയാണ്. പിന്നെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ മന്ത്രവാദ ഗ്രൂപ്പുകാര് പറയുന്ന കാര്യം അതിനെ അടിസ്ഥാനപ്പെടുത്തി ചൂണ്ടിക്കാണിക്കത്തില്ലെങ്കിലും അതിനെ കേന്ദ്രീകരിച്ചാ പറയും. ഒരു വാക്യം വായിച്ചാട്ട് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കെട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിതാർ. കണ്ടോ? ഇപ്പൊ ക്ഷുദ്രം ചെയ്ത് മയക്കിയെന്ന് അവിടെ വന്നിട്ടുണ്ട്. അപ്പം ക്ഷുദ്രം ചെയ്താൽ ദൈവമക്കൾ മയങ്ങും? ഒന്നും മയങ്ങത്തില്ല. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ അങ്ങനെ പറഞ്ഞെന്ന്. അപ്പൊ ആദ്യം ശ്രദ്ധിച്ചോണം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, അതിന്റെ അർത്ഥം എന്തുവാ? ഗലാത്യയിലുള്ള ഒറ്റ മനുഷ്യനും എന്തില്ല? ബുദ്ധിയില്ല. അങ്ങനെയാന്നോ? അല്ല. ഗലാത്യയിലുള്ളവർക്ക് ആരും തലച്ചോറില്ലെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അങ്ങനല്ല.
പറയാൻ കാരണം നല്ലോണം ഓടിയവരാ, അവരിപ്പോ തിരിഞ്ഞാ ഓടുന്നേ. അപ്പൊ അവരോട് ചോദിക്കുക നിങ്ങളുടെ ബുദ്ധിക്ക് എന്തോ കേട് പറ്റിയ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. എത്ര സഭയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ വരച്ചു കൊടുത്തിട്ടുണ്ട്? ഏത് സഭകളിലൊക്കെ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്? ക്രൂശീകരിക്കപ്പെട്ട ഫോട്ടോ വരച്ചു കൊടുത്തെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ആ ഫോട്ടോ എന്ത് ചെയ്യും? നിങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആ ഫോട്ടോ? ഇല്ല. പിന്നെ അങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്നത്, അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് ഹൃദയത്തിൽ ക്രിസ്തുവിനെ പറയാൻ വേറെ കാര്യം. ഇനി അടുത്തത് ഞാൻ എടുത്ത് വായിക്കണ്ട. ഞാൻ പ്രസവ വേദനപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ. അപ്പോസ്തലനായ പൗലോസ് എത്ര പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട്? അല്ലേ? നിങ്ങൾ ചുറ്റിപ്പോവും ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞ. അതുകൊണ്ടാ പറഞ്ഞത് വേദപുസ്തകം പഠിക്കണമെന്ന്. ഇവിടെ ശുദ്ധം ചെയ്ത് മയക്കി പോലെ ഇരിക്കുന്നത് ചോദിച്ചത് നിങ്ങൾ ഈ കോലത്തിൽ എങ്ങനെ ആയെന്നാ അതിന്റെ അർത്ഥം. അല്ലാതെ ഇവരാരും ശുദ്ധം ചെയ്ത് മയക്കുന്നല്ല. മനസ്സിലായോ? അപ്പം ശരിയായ വചനം ഏത് ലെവല് വരെ എത്തിയെന്നറിയാമോ? അതിന്റെ പേരിൽ ഒരു ഡോക്ടറും വരെ ഉണ്ടായി. എന്തുവാ? അടിച്ചോണ്ടിരിക്കുക. ഏത് പ്രമാണം? ഈ ശക്തി തിരിച്ചറിഞ്ഞവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഏകദേശം ഞാൻ വളരെ വേഗത്തിൽ എന്റെ സംക്ഷേപം പറഞ്ഞു പോവുക. ഇനി നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി. ബൈബിള് മുഴുവൻ ചിന്തിച്ചു, അരിച്ചു പറക്കി ചിന്തിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഈ സത്യം എന്തുവാന്ന് മനസ്സിലായി. എന്താ ഇതിൻ്റെ അകത്ത് വന്ന മിസ്റ്റേക്ക് എന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ പേരിൽ നടക്കുന്ന ചൂഷണം എന്ന് പറയുന്നത് ഭയാനകമാണ്, ഭയാനകമാണ് കേട്ടോ. ആരും അബദ്ധത്തിൽ ചാടരുത്, സൂക്ഷിച്ചോണം. ദൈവവചനം എന്താ പറയുന്നതെന്ന്. ദൈവവചനം എപ്പോഴും, അല്ലേ? ഞാൻ ഇടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്തുവാ? കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ആരായിരുന്നു? മനുഷ്യനായിരുന്നോ ആടായിരുന്നോ? മനുഷ്യനായിട്ടാണോ പ്രത്യക്ഷപ്പെട്ടത് അതോ ആടായിട്ടാണോ? മനുഷ്യനായിട്ടാണല്ലോ, അല്ലേ? ആടായിട്ടല്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. അപ്പം വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്തുവാന്ന് പഠിക്കണം. ആ ഓതർ എന്താണ് മീൻ ചെയ്തതെന്ന് ആത്മാവിൽ പഠിക്കണം. അതിനുവേണ്ടിയാണ് ദൈവവചനം പഠിപ്പിക്കുന്ന, യഥാർത്ഥമായി പഠിപ്പിക്കുന്ന കോളേജുകളിൽ ഇരുന്ന് ദൈവവചനം പഠിക്കണമെന്ന് പറയുന്നു. ഈ നാളിൽ നിങ്ങൾക്കറിയാം, ഇമ്മോർട്ടൽ ലൈഫ് ബൈബിൾ കോളേജ് ഏത് നിലകളിലാണ് ദൈവവചനം പഠിപ്പിക്കുന്നതെന്ന്. വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തെ ചൂണ്ടിക്കാണിച്ച് അതിൽ വിശ്വസിക്കാനല്ല പറയുന്നത്. ഒറ്റ വാക്കേ ഉള്ളൂ. 66 പുസ്തകങ്ങൾ ഒരു ഗ്രന്ഥം നമ്മുടെ തന്നിട്ടുണ്ട്. അതിനെ ഉയർത്തി കാണിക്കാനാ പറയുന്നത്. വേറെ പലതും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞോട്ട്, അത് സന്തോഷമേ ഉള്ളൂ നമുക്ക്. പക്ഷെ നമ്മള് ഫോളോ ചെയ്യേണ്ടത് വിശുദ്ധ തിരുവെഴുത്താണ്. അതുകൊണ്ട് ദൈവവചനം ആധികാരികമായിട്ട് പഠിക്കണം. സകല അന്ധവിശ്വാസങ്ങളെയും പൊളിച്ചു കളയണം. 21ാം നൂറ്റാണ്ട് പിന്നിടുക ദൈവസഭ. ഇതുപോലെ പ്രതിസന്ധികൾ നേരിട്ട ഒരു മാർഗവും ഈ ലോകത്തിലില്ല. അജയ്യമായി തുടരുകയാ, ഇനിയും തുടരും. കാരണം എന്നറിയാമോ? നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. എഴുതപ്പെട്ട ലിഖിതങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ലോകത്തിന്റെ ഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇതിനെ നിഷേധിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഇതിൽ വിശ്വസിക്കുന്നവർ അനേകര് പിന്മാറിപ്പോകും. വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായിട്ട് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ശക്തമായിട്ട് പറയുകയാണ്. എന്ത് ത്യജിക്കും? ഭൂതങ്ങളുടെ ഉപദേശങ്ങളിൽ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിച്ചിരിക്കും. എല്ലാ ഭൂതോപദേശങ്ങളിലും അവർ എത്തപ്പെട്ടിരിക്കും. ഒരു സംശയവുമില്ല. ഓക്കെ, ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഗലാത്യർ 3:1 പറഞ്ഞ ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഇനിയും ഇതിന്റെ ശക്തി ഒന്നും അറിയുന്നില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഒന്നും നമുക്ക് അറിയണ്ടായേ. ഈ ആദിമ നൂറ്റാണ്ടില് മന്ത്രവാദികൾ നല്ലോണം കൊയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ നമ്മുടെ ദൈവസഭയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ നമ്മളൊന്നും അറിയണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എന്നാലും ഒന്നുകൂടെ നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ആദ്യം വായിച്ച്. 19 ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. 18-ാം വാക്യം 18 വായിച്ച്. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. ഏതാ? മന്ത്രവാദത്തിന്റെ ഉപദേശമല്ല. മന്ത്രവാദ പുസ്തകങ്ങളെ കത്തിച്ച മന്ത്രവാദികളെ തിരുത്തി ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തിയ ദൈവവചനം പ്രബലപ്പെട്ടുകൊണ്ടേയിരുന്നു. കണ്ടോ? മിടുക്കന്മാര് ഗ്രന്ഥം, നമ്മൾ വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്ന പോലെ മന്ത്രവാദം ചെയ്യാൻ ഗ്രന്ഥങ്ങളുണ്ട്. അത് വെച്ചിട്ട് അവർ ചെയ്യുന്നത്. ചുമ്മാ ചെയ്യുന്ന പോലല്ല. പൊട്ടക്കണ്ണന്റെ മാവേലൻ പോലല്ല. പുറയിലുണ്ടായിരുന്നു. ആ പുസ്തകം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ മുമ്പിലിട്ട് ചുട്ടുകളഞ്ഞു. ഇപ്പൊ മനസ്സിലായോ കർത്താവ് പറഞ്ഞ വാക്ക്? ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല, നിങ്ങൾ ചവിട്ടിക്കോ, ഇവര് കൊണ്ടുവന്ന് കത്തിക്കും നിങ്ങളുടെ മുമ്പിൽ. എനിക്കൊരു വാക്ക് ഖേദത്തോടെ ഞാൻ പറയട്ടെ. നമ്മളെല്ലാം ദൈവജനത്തിന് മുമ്പ് ഒന്ന് സമർപ്പിച്ചിരിക്കുകയല്ലേ. ഇത് പറയുന്ന വളരെ ദുഃഖത്തോടു കൂടെയാണ്. ഈ കാലഘട്ടത്തിൽ ആരും മന്ത്രവാദികളുടെ മുമ്പിൽ പോയി നിന്ന് ബൈബിള് കത്തിക്കരുതേ. ആ ഗതികേട് ആർക്കും വരരുത്. ക്രിസ്തു വിശ്വാസിക്ക് വരരുത് എന്ന് താഴ്മയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കത്തിക്കേട്ട് കൊണ്ടുവന്ന് അവൻ സാക്ഷ്യം പറയട്ടെ, ഞാൻ പല പ്രാവശ്യം ഇത് ചെയ്തു, പിശാച് എന്നെ കൊല്ലാൻ തുടങ്ങി, ഈ ശക്തിയാ വലുത്. അഭിചാരകന്മാർ പലതും പറഞ്ഞിട്ടുണ്ട്. ഈ ശക്തിയാ വലുത്, യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ സാക്ഷ്യം പറയട്ടെ. അതിന് പകരം മന്ത്രവാദത്തിന്റെ ശക്തി എനിക്ക് വലിച്ചായിരുന്നു, ഞാനിപ്പോ കെട്ടഴിച്ചോണ്ടിരിക്കുക എന്നുള്ള സാക്ഷ്യം ആരും പറയാതിരിക്കട്ടെ. കണ്ടോ? അല്ലേ? എത്ര സന്തോഷം. അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രി കണ്ടോ? അതിന്റെ ഏറ്റവും എന്നറിയാമോ? ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ എഴുതാതെ വിട്ടിട്ടുണ്ട്. കാരണം എന്നറിയാമോ? എഴുതിയാൽ ഈ ഭൂമിയിൽ അങ്ങ് ഇത് കൊള്ളത്തില്ല. അതുപോലത്തെ സംഭവങ്ങളായത്. ഭാഗങ്ങളും ഉപവിഭാഗങ്ങളും എല്ലാം കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ ഇത് വിട്ട് കളഞ്ഞില്ല, കൂട്ടി ചേർക്കാൻ. വളരെ പ്രസക്തിയുള്ള. അതുകൊണ്ടാ ലോകം അറിയണം, ബൈബിൾ ഉള്ള കാലത്തോളം അറിയണം. മന്ത്രവാദ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ മുമ്പാകെ കത്തിച്ചു കളഞ്ഞു. അവർക്ക് മനസ്സിലായി നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്നറിയാം. പൗലോസ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഈ ശക്തിയുടെ പേര് ചുമ്മാ ശക്തി എന്നല്ല, അത്യന്ത ശക്തി എന്നാണ്. ഇതിനപ്പുറത്തൊരു ശക്തിയില്ല. ഈ ദൈവമക്കളാണ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ആരാ? ക്രിസ്തുവിൽ വിശ്വസിച്ചവര് പേടിച്ചിരിക്കുക. അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാ. ആരെങ്കിലും വീണ്ടും മുറ്റത്തോട് പോയാൽ പേടിയാ. എന്നറിയാമോ? ഇവിടെ എന്തിനാ ഇണങ്ങിയാ പേടിയാ. തകിടാന്നോ ടൈലാന്നോ എന്തോ ആന്നോ ഒരു പിടിയില്ല, പേടിയാ. തപ്പി തപ്പി നടക്കുക. ആരെ വിശ്വസിച്ചിട്ട്? ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട്. നമ്മൾ എങ്ങനെ നടക്കേണ്ടിവരാ? ബൈബിൾ പറയുന്നുണ്ട് എങ്ങനെ നടക്കേണ്ടിയെന്ന്. ചുമ്മാ ഒന്നും വരാം, നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വായിച്ച്. കൊലോസ്യ 2:14-15 വേഗത്തിൽ. അവനോടുകൂടെ ജീവിപ്പിച്ച് അതിക്രമങ്ങളെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഉത്സവം ആചരിക്കേണ്ടത്. നിങ്ങൾ അത് ആചരിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. അതിന്റെ പേരാണ് ജയോത്സവം, ഫെസ്റ്റിവൽ ഓഫ് വിക്ടറി. ഏതെങ്കിലും ദിവസമല്ല, ഓൾവേസ്, എപ്പോഴും. ഇത് ആഘോഷിക്കുന്നുണ്ടോ? ആഘോഷിക്കുന്നുണ്ടോ? ആഘോഷിക്കണം. ഇമ്മോർട്ടൽ ലൈഫ് ബൈബിൾ കോളേജ് അതാ പറയുന്നത്. കാരണം എന്നറിയാമോ? ഒരാൾ മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറകളെ പൊളിച്ചുയർത്തെഴുന്നേറ്റു. ആ ദൈവത്തിന്റെ വചനങ്ങൾ, ജീവിക്കുന്ന വചനങ്ങൾ, അതാ കാരണം, ആഘോഷത്തിന് കാരണം. മാറട്ടെ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ. വചനത്തിന്റെ പ്രകാശനം ഉണ്ടാകണം. ഓക്കെ, ഇനിയും എന്തിനാ ഭയപ്പെടരുത്? പറഞ്ഞോ. എന്തിനാ ഭയപ്പെടരുത്? മന്ത്രവാദത്തെ. നമ്മൾ പിന്നെ ആരെ ഭയപ്പെടണം? ദൈവത്തെ, യേശുവിനെ. സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സമ്മറി നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമ്മൾ എല്ലാം ലഘൂകരിച്ചാണ് പറയുന്നത്. കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ഭാഗത്തേക്ക് പ്രവേശിക്കാനുണ്ട്. ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. മന്ത്രവാദത്തിന്റെ ക്ലാസ് ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ 3 ക്ലാസ് എടുത്ത് 3-ാമത്തെ ക്ലാസ് കൊണ്ട് ഇത് ഫിനിഷായി. ഓക്കെ, ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത മാസം പുതിയൊരു കാര്യമായിട്ട് നമുക്ക് കാണാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കേട്ട എല്ലാവരും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അജിപാഷ് ലൈനിലുണ്ടോ? സംശയം ചോദിക്കാനാ? ചോദിച്ചു. അങ്ങനെ കണ്ണൂരിൽ വരച്ചു കിട്ടിയിരിക്കുന്നു, തെറ്റാണോ ശരിയാണോ അറിയാം? ഒരിക്കലും ഒരു അപ്പോസ്തലനും വരച്ചു കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത്ര വ്യക്തമാക്കി ഞങ്ങൾ തന്നിട്ടും നിങ്ങൾ പിന്നെ ഈ ന്യായപ്രമാണത്തിലേക്ക് പോകുന്ന എന്താണെന്ന് അതിന്റെ അർത്ഥം. ഒരു അപ്പോസ്തലനും വരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഒരു ആലങ്കാരികമായ ഭാഷയിൽ എഴുതിയിരിക്കും. ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു പോവാ പലരും. അതാണ് പ്രശ്നം. അത് മറ്റുള്ള ഭാഗങ്ങൾ പഠിക്കാത്തതുകൊണ്ട് അങ്ങനെ വരുന്നു. ആർക്കും വരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വരച്ചു കൊടുക്കത്തുമില്ല. കാരണം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ഭൂമിയിലോ മേളിലുള്ളതിന്റെയോ ഒന്നിന്റെയും രൂപമല്ല ദൈവം. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെ വരയ്ക്കുന്നു? പിന്നെ പ്രത്യക്ഷത വരച്ചു വെക്കാനായിട്ട് ഒരിടത്തും ബൈബിൾ പറയുന്നില്ല. ഓക്കെ. ദൈവമായ കർത്താവെ നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ ഈ ബൈബിൾ ക്ലാസ് കർത്താവെ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർത്ത കൃപയ്ക്കാട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ പ്രിയ ഭാഷേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ ഏറിയ കൃപകളാൽ നിറച്ച് അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
ദൈവമേ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തി അനേകർക്ക് വീണ്ടും ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന പിതാവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരും ദൈവമായ കർത്താവേ സ്തോത്രം, ആമേ കർത്താവെ, ദൈവമേ ഒരു പ്രലോഭനത്തിനും പെട്ടുപോകാൻ ഇടയാകല്ലേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. അവരെല്ലാം കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അജിപാഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബമായിട്ട് അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മിനിസ്ട്രി വീണ്ടും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വീണ്ടും സഹായിച്ചൊള്ളുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സകല മാനവും സകല മഹത്വവും സകല പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ തന്നെയുമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധ അധിവാസം, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കപ്പെടുന്ന സകല വിഷയത്തിന് മേലും, ഇന്ന് ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന് മേലും, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോൾ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. എല്ലാവരോടുള്ള നന്ദി, സ്നേഹത്തെ അറിയിക്കുന്നു. വീണ്ടും കാണാം.